പാലാ കോട്ടയം റൂട്ടില് മുത്തോലിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാറി ഹൈവേയിൽ നിന്ന്, അതായത് ബസ് റോഡിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ ദൂരം കടകള്, സൂപ്പർ മാർക്കറ്റ്, പള്ളി, അമ്പലം എല്ലാം ഒരു കുടക്കീഴിൽ വരാവുന്ന രീതിയിൽ അത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു മേഖലയിൽ, നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ, വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയിൽ, കുടിവെള്ളം ഒരിക്കലും കിണർ വെള്ളം പറ്റാത്ത മേഖലയിൽ ഒരു 2 നില വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നല്ലൊരു 2 നില വീട് ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം. അത്രയും നല്ലൊരു വീടാണ്. 73 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ പ്രൈസുമാണ്. നമുക്കൊരു ആഗ്രഹിച്ച് മേടിക്കുന്ന ഒരു വീട് ഏറ്റവും നല്ല, കാണാൻ നല്ല ലുക്കിൽ, ഏറ്റവും നല്ല പ്രൗഢഗംഭീരമായിരിക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീടായിരിക്കാം ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെ മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ നമ്മുടെ പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലിയിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാറി നല്ലൊരു ടൗൺഷിപ്പിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള 2 നില വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയുമായി പോകുന്നത്. ചോദിക്കുന്ന വില 73 ലക്ഷം രൂപ മാത്രം. നെഗോഷ്യബിളാണ്. 11 സെൻറ്റ് സ്ഥലമുണ്ട്. 11 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള, നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ടുള്ള നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ലൊരു ലൊക്കേഷനാണ്. ഒരിക്കലും വെള്ളം കയറാത്തതും വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തതുമായ ഒരു ലൊക്കേഷൻ തന്നെയാണ്. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ മുറ്റത്തേക്ക് കയറി, മുറ്റമൊക്കെ നല്ല ചിപ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകളുള്ള മേഖലയാണ്. കടകളിൽ പോകാൻ സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ്, പച്ചക്കറി, പലചരക്ക് എന്ന് വേണ്ടുന്ന എല്ലാത്തരം സാധനങ്ങളും കിട്ടുന്ന കടകളിലേക്ക് അക്ഷയ സെൻറ്റർ, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള എല്ലാ സർവീസുകളും തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ ഒരു 300 മീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ, അതുപോലെ തന്നെ നമ്മളെ അമ്പലം, പള്ളി ഇതെല്ലാം ഈ 300 മീറ്റർ 400 മീറ്റർ ചുറ്റളവിൽ ഉള്ളതാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കുള്ള, നല്ലൊരു മോഡലിൽ പണിതിരിക്കുന്ന, നല്ല പ്രൗഢഗംഭീര്യമായിട്ടുള്ള, നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. ചുറ്റോട് ചുറ്റും മുറ്റമുണ്ട്. ബാക്ക് സൈഡിലാണ് കിണറൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കിണർ, വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ, വെള്ളമുള്ള ഒരു മേഖലയാണ്. ഈ നമ്മുടെ വീട്ടിൽ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 4, 5, 6, 7 വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റമുണ്ട്. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പന്തലിടാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഈ വീടിനുണ്ട്. നല്ല ഗേറ്റാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏത് വാഹനവും കയറ്റിയിടാൻ, സുഗമമായിട്ട് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ലൊരു കാർ പോർച്ച്, അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഡോർ നല്ല സിറ്റ് ഔട്ടാണ്. ഫ്രണ്ട് ഡോർ ഡബിൾ പാളിയാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കറണ്ട് ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നല്ലൊരു വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി. അവിടെ നിന്ന് നമ്മുടെ വലിപ്പമുള്ള നല്ലൊരു ഡൈനിങ് ഹാളിലേക്കാണ് ഇപ്പം വന്നത്. ഡൈനിങ് ഹാള് താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമാണ് ഈ വീട്. താഴെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് സ്റ്റെയർ കേസിൻ്റെ ഇടയിലാണ് ഇൻവെർട്ടറിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിരിക്കുക.
ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ വലിപ്പമുള്ള ടോയ്ലറ്റാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകൾ, ക്ലോസറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യുവാൻ പാകത്തിനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ്. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം. നല്ല മോഡലിൽ തന്നെയാണ്, കാരണം ഒരു സ്പേസ് പോലും വെറുതെ കളയാത്ത രീതിയിൽ തന്നെ നല്ലൊരു മോഡലായിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത് വീട്. ഇവിടെ നിന്ന് ഇറങ്ങി ഈ ലെഫ്റ്റ് സൈഡിലാണ് കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. കിച്ചണൊക്കെ നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അടുപ്പുകളുടെയൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3 അങ്ങനെയാണ് അടുപ്പുകളുടെ കണക്ക്. അങ്ങനെ ഒറ്റ സംഖ്യ വരണമെന്നാണ് അടുപ്പിനെ കുറിച്ച് പറയുക. അടുപ്പ് ഇവിടെ 3 അടുപ്പാണ് കൊടുത്തിരിക്കുക. സാധാരണ നമ്മൾ പലയിടത്തും ചെന്ന് കഴിയുമ്പോൾ ഒരടുപ്പ് കാണാം. 1 അല്ലെങ്കിൽ 3 എന്നുള്ള കണക്ക് വരണമെന്നാണ് അതിൻ്റെ. ഒറ്റ സംഖ്യ വരണം, ഇരട്ട സംഖ്യ വരരുത് എന്നാണ് വാസ്തു ഒക്കെ നോക്കുന്നവരൊക്കെ പറയുക. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഒറ്റസംഖ്യ നിലവാരത്തിലായിരിക്കും അടുപ്പുകൾ ചെയ്യേണ്ടത്. അത് ശരിയായുള്ളൊരു രീതിയാണോ ഇല്ലയോ, അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ്. ആചാരം നല്ലൊരു വിശ്വാസമാണ്. അപ്പോൾ അത് ശരിയോ തെറ്റോ, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുവോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടാം. ഇത് ഓപ്പൺ ടെറസ് ഏരിയ. നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി ഓപ്പൺ ടെറസ് ഏരിയയാണിത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, തുണി അലക്കി ഇവിടെ ഇടാനായിട്ടുള്ള പോയിൻ്റുകൾ, സൗകര്യങ്ങൾ, അതുപോലെ വീട്ടിൽ എപ്പോഴും എടുക്കേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിടാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ നേരെ വീണ്ടും വീടിനകത്തേക്ക് പ്രവേശിച്ച് ഈ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. 3 ബെഡ്റൂം നമ്മൾ കണ്ടു. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇറങ്ങിയത്. ഇവിടെ നല്ലൊരു ബാൽക്കണിയാണ്. അവിടുന്ന് നമ്മൾ വീണ്ടും 4ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. 4 ബെഡ്റൂമും കൂടി ഈ ഒരു റേറ്റിൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു വീട്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് 73 ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു സ്പേഷ്യസ് ആണ്, നല്ല സൗകര്യങ്ങളുള്ള നല്ല ഒരു വീട് തന്നെയാണ്. അങ്ങനെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടും സ്ഥലവും നമ്മൾ കണ്ടു. എല്ലാ സൗകര്യങ്ങളും ഒരു കൊടക്കീഴിൽ, അതായത് കടയിൽ പോകണോ, പള്ളിയിൽ പോകണോ, അമ്പലത്തിൽ പോകണോ, എന്ത് സൗകര്യങ്ങളും ഒരു കൊടക്കീഴിൽ തന്നെ വരാവുന്ന രീതിയിൽ അത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഈ മേഖലയിൽ ഇത്രയും നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക. മിനിച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി മേടിച്ചു തരുവാനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ മിനിച്ചിൽ ഹോംസിൻ്റെ ഏകദേശം 11 വർഷത്തോളമായിട്ടുള്ള ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതാണ്.
അങ്ങനെ നമുക്ക് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരകരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുക. സൗകര്യങ്ങളാണ് എല്ലാം കൊണ്ടും ഇതിനെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ വെച്ചിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ബസ് സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടുന്ന് കോട്ടയം, പള്ളിക്കത്തോട്, അല്ലെങ്കിൽ പാല, ഈരാറ്റുപേട്ട, ഇടുക്കി ജില്ല, എങ്ങോട്ട് വേണമെങ്കിലും, ആലപ്പുഴ ജില്ല, എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വന്നു. നല്ലൊരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നോക്കിയൊക്കെ തന്നെ നല്ലൊരു വ്യൂ ആണ് ഇത്. അങ്ങനെ നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ, നല്ല വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.